ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇക്വിറ്റി ഷെയർസ് റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റുകളാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ ഈ എക്സാമ്പിൾ 9 ഒന്ന് നോക്കാം. ദ ഷെയർസ് ഓഫ് എ കമ്പനി ആർ സെല്ലിംഗ് അറ്റ് ₹80 per share ആൻഡ് ദ കമ്പനി ഹാഡ് പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് ₹8 per ലാസ്റ്റ് ഇയർ. ഒരു ഷെയറിൻ്റെ വില എത്രയാണെന്ന് പറയുന്നതിന് പകരം അവർ 80 രൂപയ്ക്കാണത് സെയിൽ ചെയ്യുന്നത്. ആൻഡ് അതിനൊരു ഡിവിഡൻഡ് ലാസ്റ്റ് ഇയറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഷെയറിന് 8 രൂപയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ഗ്രോത്ത് റേറ്റ് ഓഫ് 5% പെർ ഇയർ. ഓരോ വർഷവും ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന 5% വെച്ചത് കൂടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളോട് കാൽക്കുലേറ്റ് ദ ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഇഫ് ദ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഈസ് 7%, കാൽക്കുലേറ്റ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്ന് ഇക്വിറ്റിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനും, രണ്ടാമത്തത് നിലവിൽ 5% ഇൻക്രീസ് ആവുന്നത് ചിലപ്പം 7% വരെ ഗ്രോത്ത് റേറ്റ് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് പ്രൈസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ D1 ബൈ മാർക്കറ്റ് പ്രൈസ് പ്ലസ് ജി ആണ് വരുന്നത്. ഇവിടെ നെറ്റ് പ്രൊസീഡ്സ് അല്ല ഇവിടെ നോക്കുന്നത്. കാരണം നെറ്റ് പ്രൊസീഡ്സ് നോക്കുന്നത് പുതിയ ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ കെ ഇ എന്ന് പറയുന്നത് D1 ബൈ എം പി പ്ലസ് ജിയും, ഒപ്പം തന്നെ D1 തന്നിട്ടില്ല, ഡിവിഡൻഡ് എന്താണെന്ന് തന്നിട്ടില്ല. അപ്പോൾ D1 കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് D0 ഇൻറ്റു 1 പ്ലസ് ജിയും ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് നിലവിൽ ലാസ്റ്റ് ഇയറിൽ കൊടുത്തിരിക്കുന്ന ഡിവിഡൻഡ് എത്രയാണ്? 8 രൂപയാണ്. ഇൻറ്റു 1 പ്ലസ് ജി എന്ന് പറയുന്നത് എത്രയാണ് ഗ്രോത്ത്? 5% ആണ്. അപ്പോൾ 8 പ്ലസ് എന്താണ് 5% ആണ് വരേണ്ടത്. ഓക്കെ, 5% ഓഫ് 8 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 8 ഇൻറ്റു 1 എന്ന് പറയുന്നത് 8ഉം പ്ലസ് പിന്നെ നമുക്ക് കാണേണ്ടത് ഈ 8ൻ്റെ തന്നെ 5% ആണ്. 8ൻ്റെ 5% പറയുമ്പം 0.40 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം 8 പ്ലസ് 0.40 പറയുമ്പോൾ 8.40. ഇതാണ് നമുക്ക് D1 ആയിട്ട് കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൽ നോക്കാനുള്ളത് 8.40 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ D1 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, 8.40 ആണെന്നുള്ളത് പറഞ്ഞു. ഇനി അത് ഡിവൈഡഡ് ബൈ എം പി, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 80 രൂപയ്ക്കാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇൻറ്റു 100 പ്ലസ് ഗ്രോത്ത് റേറ്റ് ആണ് പറഞ്ഞത് 5% അപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര രൂപ വരുന്നുണ്ട്? 15.5% അവർക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ